എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ ഈ കാണുന്ന ഈ ചെറിയ സംവിധാനത്തിൽ കഴിഞ്ഞിരുന്ന ഒരുപാട് കുടുംബങ്ങൾ, ആ കുടുംബങ്ങളാണ് 2 ടവറുകളിലായി ഉയരുന്ന ഫ്ലാറ്റുകളിലേക്ക് മാറി താമസിക്കാൻ പോകുന്നത്. അവർക്ക് മികച്ച ഒരു സംവിധാനമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത്. ഫോർട്ട് കൊച്ചിയുടെ തിരക്കേറിയ നഗരത്തിൽ ഓരോ കുടുംബത്തിനും ഓരോ ഫ്ലാറ്റ് എന്ന ഒരു സങ്കല്പത്തിലാണ് ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയത്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇതൊരു ഹാളാണ്. ഈ ഹാളിനോട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഇതാ മനോഹരമായ ഒരു സിറ്റൗട്ട്. ഈ സിറ്റൗട്ടിന് വെളിയിലേക്കുള്ളത് മനോഹരമായ കാഴ്ചകളാണ്. ഇതാ ഗോശ്രീ പാലം, LNG ടെർമിനൽ, ഒരു ഷിപ്പ് പോകുന്നത് കണ്ടില്ലേ. അങ്ങനെ മനോഹരമായൊരു കാഴ്ച നമുക്ക് ഈ സിറ്റൗട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഈ ഹാളിൽ നിന്ന് തൊട്ടിപ്പുറത്ത് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ബാത്റൂമാണ്. ഇതൊരു ചെറിയൊരു ഇടനാഴി പോലെയാണ്. ഈ ഇടനാഴിക്ക് ഇപ്പുറത്താണ് കിച്ചൺ സൗകര്യം. ചെറിയ ഫാമിലിക്ക് മികച്ച സൗകര്യം എന്ന് തന്നെ വേണം ഈ കൊച്ചി നഗരത്തിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇത്രയും ഇതായിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ പാവങ്ങളായ നമുക്ക് തരുന്നുണ്ടല്ലോ സർക്കാർ. അപ്പോൾ സർക്കാരിനോട് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക്. സന്തോഷം. ഈ സർക്കാരും ഈ കോർപ്പറേഷനും ചെയ്ത കാര്യം വളരെ വലുതാണ്. എച്ചേരി താമസിക്കാണ്, 68 കോളനിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിനേക്കാളും. അപ്പം അതുകൊണ്ടിട്ട് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് ഈ വീട് കിട്ടുന്നതിൽ. നമ്മോടൊപ്പം ഇവിടുത്തെ കൗൺസിലർ TK അഷ്റഫ് ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് നാളത്തെ ദീർഘനാളത്തെ ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഫോർട്ട് കൊച്ചിക്ക് വരുന്നത്. എന്ത് തോന്നുന്നു അവസാന ഘട്ടത്തിൽ നിൽക്കും? ഇതൊരു വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. കാരണം ഇങ്ങനത്തെ ഒരു വീട്ടിൽ അന്തി ഉറങ്ങാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക ഇതിൻ്റെ ആരംഭഘട്ടത്തിലുണ്ടായിരുന്നു. ഇത് സാധ്യമാകുമോ, ചില ബ്ലണ്ടറായിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇത് വലിയ ഞങ്ങളിതിൻ്റെ ഒരു എക്സിബിഷൻ നടത്തി. ആ സമയത്ത് ആ ഘട്ടത്തിൽ ആർക്കും ഒരു പക്ഷേ വിശ്വസിക്കാം, ആരും പ്രതീക്ഷയിൽ എങ്ങനെ സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ 1055 ആളുകളെ സർവേ ചെയ്തു. സർവേ ചെയ്ത ആളുകളെ അത് 398 പേര് ഭവന രഹിതരുമായിരുന്നു. മേയറൊപ്പം ഉണ്ട്. മനോഹരമായ കാഴ്ച, സുന്ദരമായൊരു നിമിഷം. അഭിമാനം തോന്നുന്നു അല്ലേ? വളരെ വളരെ അഭിമാനം തോന്നുന്നു. അഭിമാനത്തിനേക്കാൾ കൂടുതൽ ഒരു ആത്മസംതൃപ്തിയാണ്. കാരണം ഞാനിവിടെ ആദ്യമായിട്ട് ഗൗണഴിച്ച് വരുമ്പോൾ ഇതൊന്നുമില്ല. പൈലിംഗ് കഴിഞ്ഞൊരു വളരെ ഗ്രൗണ്ട് ഫ്ലോറിൽ വർക്ക് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും 13 നില ഒരു ഫ്ലാറ്റും 11 നില മറ്റൊരു ഫ്ലാറ്റും അത് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്മാർട്ട് സിറ്റിയുടെ വർക്ക് തീരുന്നതിനേക്കാൾ പ്രയാസമാണ് കോർപ്പറേഷൻ്റെ ഒരു ടവർ തീരാൻ. കൗൺസിൽ നടപടികൾ, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആദ്യമേ എടുത്തൊരു തീരുമാനം എല്ലാ മാസത്തെ റിവ്യൂ ആയിരുന്നു. ആ റിവ്യൂ ആണ് സത്യത്തിൽ ഇതിനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രോജക്റ്റ്, കേരളത്തിന് തന്നെ മാതൃകയാവുന്നൊരു പ്രോജക്റ്റ്, മാത്രമല്ല കൊച്ചി മുഴുവനും കാണാവുന്ന ഒരു ഫ്ലാറ്റ്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ സാധാരണ മനുഷ്യർ അവരുടെ വീട്ടിൽ ലിഫ്റ്റ്, സോളിഡ് വേസ്റ്റ് പ്ലാന്റ്, ഇതെല്ലാം കൂടി ചേർന്ന ഒരു മനോഹരമായ സംവിധാനത്തിലേക്ക് അവർ മാറുന്നു എന്നത് പ്രധാനമാണ്. മെയിൻ്റനൻസ് പ്രധാനമാണ്. അതിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ശ്രീ TK അഷ്റഫാണ് പണ്ട് രാജീവ് ആവാസ് യോജന ഉള്ള സമയത്ത് ഇത് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിനാണ് ഈ കടമുറികളും അതിൽ നിന്നുള്ള വരുമാനവും ഒക്കെ കൊണ്ട് അവർക്ക് വലിയൊരു ഭാരമില്ലാത്ത വിധത്തിൽ ഇത് ചെയ്യാൻ കഴിയണം. പിന്നെ എല്ലാ മനുഷ്യരും വിചാരിക്കണം, എൻ്റെ സ്വന്തം വീടാണ്, എൻ്റെ കോമൺ സ്പേസാണ്, അപ്പോൾ ഞാനും കൂടി ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിൽ ഒരു പങ്ക് വഹിക്കണം എന്ന തോന്നൽ അവർക്കും ഉണ്ടാവണം. എന്തായാലും അടച്ചുറപ്പുള്ള ഒരു വീട്, അത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. അങ്ങനെ 394 കുടുംബങ്ങളുടെ സ്വപ്നമാണ് മേയറും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കൗൺസിലറും കൂടി ചേർന്ന് സഫലമാക്കുന്നത്. തീർച്ചയായിട്ടും മനോഹരമായ ഒരു നിമിഷമെന്ന് തന്നെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ. ജോയ്സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.